നമസ്കാരം, എൻ്റെ പേര് റൂബി കുര്യൻ. ഞാൻ മൂവാറ്റുപുഴയ്ക്കടുത്ത് പുളിന്താനം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാൻ ഒരു നേഴ്സായിട്ട് വിദേശത്ത് വർക്ക് ചെയ്യുമായിരുന്നു. എന്നോടൊപ്പം ഹസ്ബൻഡും വിദേശത്തായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹസ്ബൻഡിന് നാട്ടിൽ ഗവൺമെൻറ് സർവീസിൽ ജോലി ലഭിക്കുകയും അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും റിസൈൻ ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇവിടെ വന്ന് ഞങ്ങൾ കുടുംബപരമായിട്ട് കൃഷിക്കാരായിരുന്നു. ഹസ്ബൻഡ് ജോലിക്ക് പോയ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലാകുകയും ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആ സമയത്ത് കുറച്ച് ചേച്ചിമാർ എല്ലാവരും വെറുതെ ഇരിക്കുന്ന കൃഷിക്കാരായിട്ടുള്ളവർ ഉള്ളവർ ചേർന്ന് ഞങ്ങളൊരു കുടുംബശ്രീ രൂപീകരിച്ചു. ആ കുടുംബശ്രീ രൂപീകരണം എൻ്റെ ജീവിതത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാക്കുകയും ചെയ്തു. കാരണം ഞങ്ങൾ കൃഷിക്കാരായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് JLG രൂപീകരിച്ചു. JLGയിലൂടെ ഞങ്ങളുടെ കൃഷി മാറ്റപ്പെട്ടു. റബ്ബർ എന്ന കൃഷി മാറിയതിന് ശേഷം ഞങ്ങൾ ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞങ്ങളൊരു ചെറിയ സംരംഭവും തുടങ്ങുവാനായിട്ട് ആഗ്രഹിച്ചു. ചേച്ചിമാരെല്ലാവരും കൂടി തനത് എന്ന പലഹാര യൂണിറ്റ് ഞങ്ങൾ രൂപീകരിക്കുകയും അതിലൂടെ ഞങ്ങൾ അച്ചപ്പം, കുഴലപ്പം, ഉണ്ട, അവലോസ് പൊടി, കുറച്ച് സ്നാക്സ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു. അത് വളരെയധികം വിജയകരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചു. ഏകദേശം 2017 ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് റൂട്ട് സെയിൽ സാധിച്ചു. വെൽഗേറ്റ് എന്ന ഗ്രൂപ്പിലേക്ക് ട്രിവാൻഡ്രം എന്ന സ്ഥലത്തേക്ക് റൂട്ട് സെയിലും അതോടൊപ്പം തന്നെ പെരുമ്പാവൂരുള്ള എവർഗ്രീൻ എന്ന ഷോപ്പിലെ 2 സഹോദരന്മാർ ഞങ്ങൾ റൂട്ട് സെയിലിനായിട്ട് ഞങ്ങളുടെ അച്ചപ്പവും കൊള്ളപ്പം എടുക്കുകയും ചെയ്തു. നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ JLG കൃഷിയും നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്താണ് കോവിഡ് വരികയും ഞങ്ങളുടെ റൂട്ട് സെയിലെല്ലാം നിൽക്കുകയും ചെയ്തു. എന്നാൽ ഞങ്ങൾക്ക് അപ്പോഴും പ്രീമിയം കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളത് നല്ല രീതിയിൽ വിപണനം നടത്തി വന്നു. എന്നാൽ ഫ്രൂട്ട്സ് കൃഷിയിൽ ഒന്നോടെ ഞങ്ങൾ കൂടുതൽ ആക്റ്റീവായി. ഞങ്ങൾ കൃഷിയിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു. കാരണം ഫ്രൂട്ട്സ് കൃഷി വളരെ നല്ലൊരു ആദായകരമായ കൃഷിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അധികം വിഷമൊന്നും ചേർക്കാത്ത ഒരു കൃഷി രീതിയാണ് ഞങ്ങൾ പുലർത്തിയിരുന്നത്. റംബുട്ടാൻ കൃഷി 2017 നമ്മൾ കൃഷി തുടങ്ങിയത്. നമ്മൾ ഈ തൈ എടുത്തത് വളരെ നാളുകളത്തെ അന്വേഷണത്തിന് ശേഷം ഹോം ഗ്രൗൺ എന്ന നഴ്സറിയിൽ നിന്നാണ് നമ്മൾ ഈ റംബുട്ടാൻ്റെ തൈകൾ എടുത്തത്. റംബുട്ടാൻ തൈ സെലക്ട് ചെയ്ത് അത് കൊണ്ടുവന്ന് ഞങ്ങൾ പ്ലാന്റ് ചെയ്തു. ഏകദേശം 150 തൈകളോളം ഞങ്ങൾ റംബുട്ടാൻ കൃഷി റംബുട്ടാൻ കൃഷി ചെയ്യുകയും ചെയ്തു. അതിൽ ഞങ്ങൾ അധികം നമ്മൾ വളങ്ങൾ ഉപയോഗിക്കുന്നത് ജൈവമായിട്ടുള്ള വളങ്ങൾ അധികവും അത് നട്ട സമയത്ത് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. കോഴിവളം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നുള്ള മുതലായ വളങ്ങളിട്ട് അടിവളമിട്ട് നല്ല രീതിയിൽ ഈ കൃഷി ചെയ്തു. അത് വളർന്ന് പാകമായി ഏകദേശം ഞങ്ങൾക്ക് 2ാം വർഷം ഇതിൻ്റെ വിളവ് ലഭിക്കുകയുണ്ടായി. വളരെ നല്ല മധുരമുള്ള ഫ്രൂട്ട്സാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. അത് നല്ല ഫ്രൂട്ട്സ് ലഭിച്ചതിൻ്റെ ഒരു നല്ല ഫ്രൂട്ട്സ് ലഭിച്ചത് മറ്റുള്ളവർക്ക് നമ്മൾ അത് കൊടുക്കുകയും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒന്നുകൂടെ റംബുട്ടാൻ കൃഷി വ്യാപിപ്പിച്ചു. ഞങ്ങളുടെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കും റബ്ബർ വെട്ടിയതിന് ശേഷം റംബുട്ടാൻ കൃഷി വയ്ക്കുകയും ഞങ്ങളുടെ തോട്ടത്തിൽ ആളുകൾ വരികയും അത് കാണുകയും ഇഷ്ടപ്പെടുകയും അതുപോലെ നമ്മുടെ തോട്ടം എടുക്കാനായിട്ട് മൂലമറ്റത്തു നിന്നുള്ളവർ വരികയും അവർ ആ ഫ്രൂട്ട്സ് അതെടുക്കുകയും തോട്ടമായിട്ട് എടുക്കുകയും നല്ല രീതിയിലുള്ള ആദായം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ ഈ റംബുട്ടാൻ കൃഷി വളരെ നല്ല രീതിയിൽ പോവുകയും നല്ല ഒരു പൈസ സമ്പാദിക്കുകയും സാധിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് കൃഷി ഒന്നുകൂടെ മെച്ചപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ അബിയു വയ്ക്കുവാനായിട്ട് അബിയുവിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു. അബിയു ഫ്രൂട്ട്സ് നല്ല മിനറൽസും വൈറ്റമിൻസും എല്ലാം നിറഞ്ഞ അബിയു ഫ്രൂട്ട്സ് ഞങ്ങൾ കഴിക്കുകയും അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും അത് ഞങ്ങൾ പ്ലാന്റ് ചെയ്യുകയും ചെയ്തു. ഏകദേശം 30 തൈകളോളം ഞങ്ങൾ അത് പ്ലാന്റ് ചെയ്യുകയും അതിൻ്റെ ഫ്രൂട്ട്സ് ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഫ്രൂട്ട്സ് പറിക്കാനായിട്ട് സാധിച്ചു. അത് ഞങ്ങൾ അധികവും ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൊളീഗ്സിനുമാണ് കൊടുത്തത്. അതുപോലെ തന്നെ അത് നല്ല രീതിയിൽ നല്ല ഒരു കരിക്കിൻ്റെ ടേസ്റ്റാണ് ആ അബിയു എന്ന ഫ്രൂട്ട്സിനുള്ളത്. ആ അബിയു എന്ന ഫ്രൂട്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അത് കൂടുതൽ 1.5 വർഷത്തിന് കായ്ക്കുന്ന ഒരു മരമായതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് എല്ലാ വർഷവും ആദായം തരുകയും ചെയ്തു. അങ്ങനെ ആ അബിയും നല്ല രീതിയിൽ
ഞങ്ങൾ കൃഷി ചെയ്യുകയും അത് മുന്നോട്ട് പോവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട്, റെഡ് മലേഷ്യൻ ഡ്രാഗൺ ഫ്രൂട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. അത് ഏകദേശം 100 പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് കൃഷി ചെയ്യുകയും ചെയ്തു. ഡ്രാഗൺ ഫ്രൂട്ട് ഇതും അതിനകത്ത് നമ്മൾ അധികം മീൻ കുളത്തിലെ വെള്ളം അടിക്കുകയും അത് കമ്പോസ്റ്റ് വളമാണ് ഡ്രാഗൺ ഫ്രൂട്ടിനും അബിയൂനൊക്കെ മെയിനായിട്ട് നമ്മൾ കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രൂട്ട്സിന് വളരെയധികം നല്ല ഒരു ടേസ്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട്, മലേഷ്യൻ ഡ്രാഗൺ ഫ്രൂട്ട്, ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടിനും അബിയൂനും റംബുട്ടാനും എല്ലാം അധികവും ഉപയോഗിക്കുന്നത് മണ്ണിര കമ്പോസ്റ്റ് വളങ്ങളാണ് അധികവും ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ ഫ്രൂട്ട്സിന് വളരെയധികം ടേസ്റ്റ് നല്ല രീതിയിൽ നമുക്ക് തരും. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നും കടകളിൽ നിന്നും വാങ്ങിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് അല്ല നമ്മുടെ ഫ്രൂട്ട്സിന്. നല്ല ഒരു ടേസ്റ്റ് നമുക്ക് ഈ വളം ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലൊരു ഫ്രൂട്ട്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കഴിച്ചിട്ട് നമ്മുടെ എല്ലാവരും നല്ല അഭിപ്രായമാണ് അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നു. ആ ജൈവവളം ഇടുവാനായിട്ട് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ചാണകം നമ്മൾ കൊടുക്കുന്നുണ്ട്. ചാണകവും നമ്മൾ ഉണക്കി പൊടിച്ച ചാണകവും കൊടുക്കുന്നുണ്ട്. അതുപോലെ ആട്ടുംകാട്ടം ഉണക്കി പൊടിച്ചതും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഈ കൃഷിമുറകളെല്ലാമാണ് നമ്മുടെ ഫ്രൂട്ട്സിനെ മറ്റുള്ള ഫ്രൂട്ട്സിൽ നിന്ന് വ്യത്യസ്തമായി നിർത്തുന്നത്. കാരണം കൂടുതൽ ടേസ്റ്റ്, റംബുട്ടാന് പോലും നമ്മുടെ റംബുട്ടാൻ ഒരു ടേസ്റ്റ് ഉണ്ട്. മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റംബുട്ടാനേക്കാൾ കൂടുതൽ നമ്മുടെ റംബുട്ടാൻ്റെ കൂടുതൽ ടേസ്റ്റ് തരുന്നുണ്ട് എന്ന് നമ്മുടെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്. റംബുട്ടാൻ്റെ വിപണനം അത് നമ്മൾക്ക് ഏറ്റവും ഭംഗിയായിട്ടാണ് പോകുന്നത്. നമുക്കിപ്പോൾ ഈ കാലഘട്ടത്തിൽ നിപ്പ പോലുള്ള വൈറസിൽ റംബുട്ടാൻ കർഷകർക്ക് ഭീഷണി എന്ന് പറഞ്ഞ് ഒരു വാർത്ത വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് നമ്മുടെ കൃഷിയെ ഒട്ടും ബാധിക്കുന്നില്ല. കാരണം നമ്മുടെ കൃഷി എപ്പോഴും ആ കായായി വന്ന് ആ പാകമായി വരുന്ന സമയത്ത് തന്നെ അതിന് വലയിട്ട് സംരക്ഷിക്കുന്ന ഒരു രീതിയാണ് കൃഷി രീതിയാണ് നമ്മൾ ചെയ്തു വരുന്നത്. കാരണം നമ്മുടെ ഫ്രൂട്ട്സ് എടുക്കാനായിട്ട് നമ്മൾ ഹോൾസെയിലായിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ തോട്ടം വന്ന് കണ്ട് അതിനകത്ത് തക്ക സമയത്ത് അതിന് വലയിടുകയും അതുപോലെ തന്നെ വാവൽ ഒരിക്കലും വരാത്ത വിധത്തിൽ നമ്മുടെ റംബുട്ടാൻ പാകമായി വരുമ്പോൾ കച്ചവടക്കാർ വന്ന് നമ്മുടെ തോട്ടം കാണുകയും ആ തോട്ടം അവർക്ക് ഇഷ്ടപ്പെടുകയും അതിന് ഒരു അഡ്വാൻസ് തന്നതിന് ശേഷം നമ്മൾ അവർക്ക് ആ തോട്ടം കൊടുക്കുന്നു. ആ സമയത്ത് പിന്നീടുള്ള പരിപാലനവും അവർ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഈ പക്ഷികളും വവ്വാലും എല്ലാം വരാതെ അത് സൂക്ഷിക്കുവാൻ തക്കവണ്ണം അവരതിന് വലയിട്ട് കവർ ചെയ്യും. ഓരോ മരത്തിനും ഓരോ വലയിട്ട് അത് നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്താണ് നമ്മൾ ആ കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ അതിൻ്റെ ഫ്രൂട്ട്സ് പറിക്കുന്ന സമയം വരെ ഡെയിലി നമ്മൾ അതിൻ്റെ തോട്ടത്തിൽ പോയി നോക്കുകയും എന്തെങ്കിലും കീടങ്ങളോ അല്ലെങ്കിൽ വവ്വാലിൻ്റെ ആക്രമണം ഉണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യും. എന്നാൽ അതിൽ നിന്നെല്ലാം നമ്മൾ അതിനെ സംരക്ഷിച്ച് ആ പാകമാകുമ്പോൾ കച്ചവടക്കാർ വന്ന് അത് നമ്മുടെ സ്ഥലത്ത് വന്ന് പറിച്ച് അത് തൂക്കി കറക്റ്റായിട്ടുള്ളത് പറിച്ച് നല്ല നെറ്റൊക്കെ കെട്ടിയതിന് ശേഷമാണ് ഇത് പറിക്കുന്നത്. കാരണം ഈ ഫ്രൂട്ട്സ് താഴേക്ക് ചാടാതിരിക്കാൻ വേണ്ടി പച്ച നെറ്റ് റംബുട്ടാന് ചുറ്റും ആ മരത്തിൽ കെട്ടിയതിന് ശേഷം അത് അവർ പറിച്ചിടുകയും അതിൽ നിന്ന് നല്ല ഫ്രൂട്ട്സ് ക്വാളിറ്റി അനുസരിച്ച് തിരിഞ്ഞ് എടുക്കുകയും ചെയ്യുന്നു. അത് നമ്മൾ നോക്കി ഞങ്ങളും അവിടെ ആ സമയത്ത് അവിടെ പോയി നോക്കി നിന്ന് അതെല്ലാം പറിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മളും നോക്കും. അതുപോലെ തന്നെ അവരുടെ പണിക്കാരും ഉണ്ടാവും. വളരെ സൂക്ഷ്മതയോടു കൂടിയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ഫ്രൂട്ട്സ് എല്ലാം പറിച്ച് തൂക്കി കറക്റ്റായിട്ട് അതിൻ്റെ വില തന്നതിന് ശേഷം അത് അവർ കൊണ്ടുപോകുന്നു. ഇത് കൂടുതലും നമ്മുടെ ഫ്രൂട്ട്സ് കയറി പോകുന്നത് കേരളത്തിന് പുറത്തേക്കും അതുപോലെ എക്സ്പോർട്ടിങ്ങും ഈ കഴിഞ്ഞ പ്രാവശ്യം നമുക്കത് എക്സ്പോർട്ട് ചെയ്യാനായിട്ടും സാധിച്ചു. അത് നല്ല രീതിയിൽ ആ കാര്യങ്ങൾ അവരും അതുപോലെ നമ്മുടെ കച്ചവടക്കാരാണെങ്കിലും അവരും നല്ല രീതിയിൽ നമ്മളോട് ഇടപെടുകയും നമുക്കും അതൊരു നല്ല ആശ്വാസമായിരുന്നു. അതുപോലെ ഈ കഴിഞ്ഞ വർഷം നമുക്ക് നല്ലൊരു ആദായം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു. അബിയു ഫ്രൂട്ട്സ് കേരളത്തിൽ അധികം സാധ്യതയില്ല എന്ന് പറയുമെങ്കിലും ഈ ഫ്രൂട്ട്സിൻ്റെ വാല്യൂ, അതായത് ഈ ഒരു ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് നല്ല എനർജി ആയിരിക്കും. അതിനകത്ത് വൈറ്റമിൻ ഡിയും അതുപോലെ ഒരു
കരിക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സാണ്. പക്ഷേ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ അബിയു ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കുറച്ച് പേരൊക്കെ അത് ഇഷ്ടമല്ല. നമ്മുടെ ഭവനത്തിൽ വന്നവർ പോലും അബിയു ഞങ്ങൾ വളരെ നല്ല ഫ്രൂട്ട്, നമുക്ക് ഇവിടെ വളരെ റെയറായിട്ട് കിട്ടുന്ന ഫ്രൂട്ടാണെന്ന് പറഞ്ഞ് കൊടുത്ത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. എന്നാൽ അത് വളരെ ഇഷ്ടത്തോടെ കഴിച്ചവരുണ്ട്. അതിൻ്റെ സാധ്യത ഞങ്ങൾ ഇവിടെ മാർക്കറ്റിംഗ് വളരെ വലിയ ഒരു പ്രതിസന്ധിയായിരുന്നു. എന്നാൽ ഞങ്ങളിത് നമ്മുടെ അടുത്തുള്ള പോത്താനിക്കാട് കാർഷിക വിപണിയിൽ വയ്ക്കുകയും അവിടെ അത് എറണാകുളത്തു നിന്ന് ഉള്ള കച്ചവടക്കാർ വന്ന് ലേലം വിളിക്കുകയും അവരത് കൊണ്ടുപോവുകയും ചെയ്തു. 2-3 വർഷം നല്ല രീതിയിൽ അത് അവർ കൊണ്ടുപോയി. പക്ഷേ ഇപ്പം അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു. എന്നാൽ ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ ഈ അബിയുവിൻ്റെ സെയിൽ വളരെ പ്രശ്നമില്ലാതെയാണ് പോകുന്നത്. കാരണം ഞങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ എൻ്റെ ബ്രദർ കോളേജിലാണ് ജോലി ചെയ്യുന്നത്, ഓഫീസ് സ്റ്റാഫായിട്ട്. ബ്രദറിൻ്റെ അവിടെ കോളേജിൽ സാറുമാർ പ്രൊഫസേഴ്സാണ് അധികവും ഞങ്ങളുടെ കസ്റ്റമേഴ്സ്. അപ്പോൾ ഞങ്ങളത് പറിച്ച് വളരെ സൂക്ഷ്മതയോടെ പറിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് അബിയു. സാധാരണ രീതിയിൽ നമ്മളത് താഴെ ചാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കറുപ്പൊക്കെ വരും. അപ്പോൾ വളരെ സൂക്ഷ്മതയോടെ പറിച്ച് അത് ഞങ്ങൾ അധികവും കോളേജിലാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലി ഫ്രണ്ട്സിനുമൊക്കെ ഇത് ഇപ്പം നമുക്കത് വലിയ കുഴപ്പമില്ലാതെ ഞങ്ങളത് വിപണനം നടത്തി വരുന്നു. അബിയു ഫ്രൂട്ട്സ് വളരെ നല്ലതാണ്, അത് ആരോഗ്യത്തിനും നല്ലതാണ്, അത് കഴിക്കുമ്പോൾ വളരെ ഗുണങ്ങളുമാണ് നമുക്കത് കിട്ടുന്നത്. ഈ ഫ്രൂട്ട്സ് കൃഷി തുടങ്ങിയ ഒപ്പം തന്നെ ഞങ്ങളും വേറെ മത്സ്യകൃഷിയും കൂടെ അതിനോടൊപ്പം ആഡ് ചെയ്തു. കാരണം അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് തിലോപ്പിയം മത്സ്യമാണ് ഞങ്ങളത് തുടങ്ങിയത്. ആ ഗിഫ്റ്റ് തിലോപ്പിയ വളർത്തുമ്പോൾ അതിൻ്റെ വെള്ളം, അതായത് അതിനെ നമ്മൾ വെള്ളം ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ആ ചേഞ്ച് ചെയ്യുമ്പോൾ ആ വെള്ളം ഞങ്ങൾ റംബൂട്ടാൻ കൃഷിക്കും അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ടിനും അബിയുവിനും ഞങ്ങൾ ആ വെള്ളം ഉപയോഗിച്ചാണ് നനയ്ക്കുന്നത്. ഈ വെള്ളം ഉപയോഗിച്ച് നനയ്ക്കുമ്പോൾ അത് ചെടികൾക്ക് വളരെയധികം ഗ്രോത്ത് ഉണ്ടാകുകയും നല്ല ഒരു ഫ്രൂട്ട്സ് അത് തരികയും ചെയ്തു. അതിനകത്ത് അമോണിയ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല വളമാണ് ഓരോ ഫ്രൂട്ട്സിനും. ഈ മീൻ വളർത്തുന്നത് ശരിക്കും പറഞ്ഞാൽ അതും ഒരു പ്രതിസന്ധിയായിരുന്നു. നമ്മുടെ വിപണനം വളരെയധികം പ്രതിസന്ധിയായിരുന്നു. എന്നാൽ ഞങ്ങളത് ഒന്ന് മാറ്റി ചിന്തിച്ചു. ഞങ്ങൾ മീൻ മുഴുവനായിട്ട് പിടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും അത് താല്പര്യമില്ലാതെ വന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ദിവസം 10 കിലോ 15 കിലോ ഓർഡർ എടുത്തതിന് ശേഷം അത് മീൻ പിടിച്ച് അത് നന്നാക്കി ഫ്രഷായിട്ട് കൊടുത്തു. അപ്പോൾ അധികവും അത് ഞങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കൊരു പ്രീമിയം കസ്റ്റമേഴ്സ് എപ്പോഴും ഉണ്ട്. ഈ നല്ല സാധനങ്ങൾ വാങ്ങിക്കുക. ഇപ്പോൾ കോളേജിൽ ആണെങ്കിലും ഞങ്ങൾക്കത് അവിടെ എത്തിക്കുക, ആ കറക്റ്റ് ടൈമിൽ ഞങ്ങൾ എത്തിച്ചു കൊടുത്താൽ അങ്ങനെയാണ് ആ മീൻ നമ്മൾ ചിലവാക്കിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാർക്കറ്റിലും വെച്ചപ്പം കൃഷിഭവൻ്റെ അണ്ടറിലും കാർഷിക വിപണിയിലും അതുപോലെ കുടുംബശ്രീയുടെ സ്റ്റാളുകളിലും ഈ മീൻ ഞങ്ങൾ വയ്ക്കാറുണ്ട്. അത് വിറ്റ് പോകുന്നുണ്ട്. ഇപ്പോൾ ഗിഫ്റ്റ് തിലോപ്പിയ മാറ്റി ഞങ്ങൾ ഈ വർഷം ഞങ്ങളത് പുതിയൊരു വരാല് കൃഷി ചെയ്യാനായിട്ട് അത് ചെയ്ത് ഇപ്പോൾ അത് മീൻ കുഞ്ഞുങ്ങളിട്ട് അത് ഭംഗിയായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകുന്നു. മീൻ കൃഷി നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആ മീൻ കൃഷി ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് ഈ ഫ്രൂട്ട്സ് ഈ കൃഷികൾക്കെല്ലാം റംബൂട്ടാനും അബിയുവിനും ഡ്രാഗൺ ഫ്രൂട്ടിനെല്ലാം ഇതിൻ്റെ വെള്ളം നമുക്ക് കൊടുക്കുമ്പോൾ വളരെയധികം ഗുണമാണ്. നല്ല ചെടികൾക്ക് നല്ല കരുത്ത് കിട്ടുകയും നല്ല ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ദേശത്തുനിന്ന് തിരിച്ചു വന്ന ഹസ്ബൻഡ് ഗവൺമെൻറ് ജോലിയിലേക്ക് കയറി. പക്ഷേ ഈ ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് വരാനുള്ള മെയിൻ കാരണം ഞങ്ങൾ മലേഷ്യയിലാണ് താമസിച്ചത്. മലേഷ്യയിൽ റംബൂട്ടാൻ ഞങ്ങൾ വളരെ സുലഭമായിട്ട് ഞങ്ങൾ ഒരുപാട് കഴിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. ആ സമയത്തൊന്നും ഇവിടെ നമുക്ക് നാട്ടിൽ റംബൂട്ടാനില്ല. ഹസ്ബൻഡിന് കൂടുതൽ കൃഷി ചെയ്യാൻ, അതായത് പാരമ്പര്യമായിട്ട് എൻ്റെ ഫാമിലിയിലും ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലും കൃഷിക്കാരാണ്, അതോടൊപ്പം തന്നെ ജോലിക്കാരുമാണ്. അപ്പം ആ കൃഷിയിലേക്ക് അധികം ഹസ്ബൻഡിന് വളരെയധികം താല്പര്യമായിരുന്നു. 2020 പെൻഷൻ ആയതിന് ശേഷം മുഴുവൻ സമയവും ഹസ്ബൻഡും ഞാനും ഞങ്ങൾ ഒരുമിച്ചാണ് ഈ കൃഷി മുന്നോട്ട് പോകുന്നത്. ഹസ്ബൻഡിനും കൃഷിഭവൻ്റെ ഇതിൽ സമ്മിശ്ര കർഷകനുള്ള അവാർഡ് ലഭിക്കുകയും എനിക്കും അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ഇതിൽ സമ്മിശ്ര കർഷകയ്ക്കുള്ള അവാർഡ് ലഭിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് എവിടെ കണ്ടാൽ ഞങ്ങൾ കാർഷിക വിപണി പോയാലും കൃഷിഭവനിൽ പോയാലും ഏത് ഒരു ഓഫീസിൽ പോയാലും ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്, ഞങ്ങൾ ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഞങ്ങൾക്ക് അത് ഭയങ്കര ഒരു ഡെയിലി ഒരു റൊട്ടീൻ വർക്കായിട്ട് ഞങ്ങളുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ
കുട്ടികൾക്ക് നമ്മൾ ഈ റബ്ബർ കൃഷി കാലങ്ങളായിട്ട് ചെയ്തിട്ട് അതിൽ നിന്നൊരു പുരോഗതി അല്ലെങ്കിൽ ഒരു അത് മുന്നോട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതൊരു നല്ലൊരു കാര്യമല്ല. ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനൊരു വരുമാനമില്ല, തീരെ ശോഷിച്ച ഒരു കൃഷിയായിട്ടാണ് നമുക്ക് തോന്നിയത്. കാരണം പഴയ കാലഘട്ടങ്ങളിൽ റബ്ബർ ഒരുപാട് ഗുണങ്ങളും ഒരുപാട് എല്ലാവർക്കും ഒരു ആശ്രയമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ റബ്ബർ കൃഷി കൊണ്ട് ഒന്നും നേടാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എന്നാൽ ഈ ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് വന്നപ്പം അത് നമുക്ക് വളരെയധികം എനർജി തരികയും സന്തോഷം തരികയും നല്ല ഒരു ഫ്രൂട്ട്സ് മറ്റുള്ളവർക്ക്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്ക് കൊടുക്കാനും സാധിച്ചു. അതോടൊപ്പം തന്നെ മക്കൾക്കും നല്ലൊരു ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പഠിക്കുകയാണ്. അവർ നാട്ടിൽ നിൽക്കാൻ അവർക്ക് താല്പര്യം ഇല്ല എന്നുള്ള ഒരു ഇതിൽ അവർ വിദേശത്തേക്ക് പോയതാണ്. എന്നാൽ ഞങ്ങൾ ഈ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുകയും ഞങ്ങളുടെ ഈ ഒരു എഫേർട്ട് പിള്ളേർ കാണുകയും അത് അവർക്ക് വളരെയധികം ഇമ്പ്രസ് ആവുകയും ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ മൂത്ത മകൻ അവിടുത്തെ ജോലി നിർത്തി നാട്ടിലേക്ക് വന്ന്, അതായത് നമുക്ക് ഈ ഫ്രൂട്ട്സ് കൃഷി കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് നമുക്ക് ജീവിക്കാനും ആദായകരമാണ്, നമുക്ക് ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുകയും ഇവിടെ ജീവിക്കാൻ ഇത് ധാരാളമാണെന്നുള്ള ഒരു ചിന്ത കുഞ്ഞിന് വരികയും അതുകൊണ്ട് തന്നെയാണ് അവൻ നാട്ടിൽ നിന്ന് തിരിച്ചു വരുവാനായിട്ടും ഞങ്ങളോടൊപ്പം കൃഷിയിലും ഉൾപ്പെട്ട് മുന്നോട്ട് പോകാൻ, അതായത് ചെറിയൊരു ബിസിനസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ടുള്ള നമ്മുടെ പരിപാടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങളുടെ മകൻ തിരിച്ചു വന്നതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു പോകുന്നു. മകൻ വന്നതിന് ശേഷം ഞങ്ങൾ ഈ ഫ്രൂട്ട്സിൽ നിന്നും, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൽ നിന്നും ഒരു ഡ്രിങ്ക്സ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് മണ്ണുത്തിയിലെ സാറുമാരായിട്ട് സംസാരിച്ച് അതിൻ്റെ ക്ലാസ്സിനൊക്കെ പോകാനായിട്ട് ആഗ്രഹിച്ച് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഈ ഫ്രൂട്ട്സ് റംബുട്ടാനിൽ നിന്നുള്ള ഫ്രൂട്ട്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ കർഷകരുടെ ഇടയിൽ വരുന്നുണ്ട്. കാരണം സെക്കൻഡ്സ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി എന്നുള്ള കാര്യങ്ങൾ വന്ന് ഒരുപാട് ഫ്രൂട്ട്സ് ഇപ്പം നമുക്ക് കുറച്ച് പേർക്കൊക്കെ കയറ്റി വിടാതെ വരുന്നുണ്ട്. എന്നാൽ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പേരിട്ടാൽ പോലും അത് നല്ല ഫ്രൂട്ട്സാണ്. അതിലൊരു ചെറിയ കറുപ്പ് കളറോ എന്തെങ്കിലും വന്നാലാണ്, ഒരു ഉറുമ്പ് കൊത്തിയാൽ പോലും അത് സെക്കൻഡ് ക്വാളിറ്റിയിലേക്ക് വരും. അപ്പം അത് കർഷകരെ നമുക്ക് അവരെയും കൂടെ സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി നമ്മളൊരു റംബുട്ടാനിൽ നിന്ന് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് അതിൻ്റെ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മളൊരു മരച്ചക്ക്, പഴയ കാലത്ത് നമ്മൾ എണ്ണ ആട്ടുന്ന മരച്ചക്ക് ഉപയോഗിച്ചുകൊണ്ട് വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ, അപ്പോൾ കർഷകരിൽ നിന്നും തേങ്ങ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി അതിന് ഡ്രയറിലിട്ട് ഉണക്കി അത് മരച്ചക്കിൽ ആട്ടി ഉള്ള ഒരു കാര്യം കൂടെ നമ്മൾ ആലോചനയിലിരിക്കുന്നു. അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതും നമുക്ക് നല്ല ഒരു പ്രോഡക്റ്റ്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഇത്രയും നാളത്തെ ഫ്രൂട്ട്സ് കൃഷി ചെയ്ത ഒരു പരിചയം വെച്ച് ഈ പുതുതലമുറ അല്ലെങ്കിൽ കൃഷി നഷ്ടമാണ്, അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്താഗതി ഉള്ള ഈ കാലഘട്ടത്ത് ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും, ഫ്രൂട്ട്സ് കൃഷി വളരെ നല്ലതാണ്. നമ്മൾ നല്ല ഫ്രൂട്ട്സ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവും, നമ്മൾക്കത് വിപണനം സാധ്യമാകും. ഭാവിയിലേക്ക് ഫ്രൂട്ട്സ് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഏതൊരു മനുഷ്യനും ദൈനംദിന ജീവിതത്തിൽ ഫ്രൂട്ട്സ് അനിവാര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. അപ്പോൾ ഈ പുതുതലമുറ മറ്റു ഫുഡുകളുടെ പുറകെ പോകുന്നതിനേക്കാൾ നല്ലത് പുതുതലമുറ ഫ്രൂട്ട്സ് കൃഷി ചെയ്യുന്നതിനോട് ഞങ്ങൾക്ക് നല്ല ഒരു അഡ്വൈസാണ് തരാനുള്ളത്. ഫ്രൂട്ട്സ് കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് ഒരു നഷ്ടവും ഉണ്ടാകാൻ പോകുന്നില്ല. ഫ്യൂച്ചറിൽ നമുക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാകും. മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾക്ക് നല്ലൊരു ഉന്മേഷം നൽകും. അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണം ചെയ്യും. നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം ഈ ഫ്രൂട്ട്സ് കൃഷി തരും. കാരണം നമ്മൾ ഡെയിലി എഴുന്നേറ്റ് അതിൻ്റെ അടുത്ത് പോവുകയും അവരെ കാണുകയും ആ ഫ്രൂട്ട്സിന് ആ കൃഷിയോടൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിലീഫാണ് കിട്ടുന്നത്. ഞങ്ങളുടെ ജീവിത അനുഭവം കൊണ്ട് ഞങ്ങളത്
പഠിച്ച കാര്യമാണ്. കാരണം നമുക്ക് എന്ത് വിഷമം, എന്ത് സ്ട്രെസ് ഉണ്ടെങ്കിലും നമ്മുടെ ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കൊട്ടയായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അബിയും ഡ്രാഗൺ ഫ്രൂട്ടും റംബുട്ടാനും ഒക്കെ അത് പറിച്ച് അത് കൈപ്പിടിച്ച് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സന്തോഷം അത് വളരെ വലുതാണ്, പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. പുതുതലമുറ ഫ്രൂട്ട്സ് കൃഷിയിലേക്ക് വരണം. കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വളരെ 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 നല്ല കാര്യങ്ങളായിരിക്കും തരുന്നത്. മാനസികമായിട്ട് ശാരീരികമായിട്ടും നമുക്ക് നല്ലൊരു ഉന്മേഷം ലഭിക്കുകയും അത് നമ്മുടെ ജീവിത ശൈലിയാക്കുകയും ചെയ്യണമെന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.